ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്കാണ് സത്യത്തിൽ ഈ യാത്ര ഏറെ പ്രയോജനകരമായി മാറുന്നത് എന്ന് പറയാം. കാരണം നമ്മുടെ ബഹിരാകാശ സഞ്ചാരത്തിന്, ബഹിരാകാശ ദൗത്യത്തിന് അതിവിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ശ്രമവുമായി ഇന്ത്യയുടെ ISRO മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗഗൻയാൻ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. അതിലേക്ക് ശുഭാംശു ശുക്ല ഈ യാത്രയിലൂടെ ആർജിക്കുന്ന അനുഭവം അല്ലെങ്കിൽ അതിലെ പരിചയ സമ്പത്ത് ഒക്കെ തീർച്ചയായും ഇന്ത്യക്ക് മുതൽക്കൂട്ടായി മാറും. അത് വലിയ തോതിൽ നമ്മുടെ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഉപകാരമായി മാറും എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. 1984 രാകേഷ് ശർമ്മ നേടിയ ആ ചരിത്ര കാൽവെപ്പിന് ശേഷം ഇതാ ബഹിരാകാശത്തേക്ക് ഒരു ഇന്ത്യക്കാരൻ 40-41 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ബഹിരാകാശത്തേക്ക് ഒരു ഇന്ത്യക്കാരൻ പോകുന്നുവെന്ന ഒരു ചരിത്രപരമായ റെക്കോർഡ് കൂടി ശുഭാംശു ശുക്ലയുടെ പേരിൽ കുറിക്കപ്പെടുകയാണ്. അവസാന നിമിഷങ്ങളിൽ ചെറിയ തോതിലൊരു എറർ തിരിച്ചറിയപ്പെട്ടുവെങ്കിലും അത് അതിവേഗത്തിൽ പരിഹരിച്ചുകൊണ്ടാണ് കാനഡ സ്പേസ് സെൻറ്ററിൽ നിന്നും നാസയുടെയും സ്പേസ് എക്സിൻ്റെയും ആക്സിയം സ്പേസിൻ്റെയും അങ്ങനെ 3 ബഹിരാകാശ ഏജൻസികളുടെ ശ്രമഫലമായിട്ടാണ് ഈ ദൗത്യം മുന്നോട്ട് പോകുന്നത്. ശുഭകരമായ യാത്ര ഇതാ അതിവേഗം മുന്നോട്ട് പോകുന്നു. സ്വാഭാവികമായിട്ടും ഇനി അങ്ങോട്ടുള്ള ഓരോ ഘട്ടവും അത് വളരെ ഈ യാത്രയിൽ ഏറെ നിർണായകമായ കാര്യങ്ങളാണ്. ഈ ക്യാപ്സ്യൂൾ ഈ വിക്ഷേപണ വാഹനത്തിൽ നിന്ന്, ഈ റോക്കറ്റിൽ നിന്ന് വേർപെട്ട് പിന്നീട് അത് ഭൂമിയെ വലം വെച്ചുകൊണ്ട് നാളെ വൈകിട്ട് 4:30 ഇന്ത്യൻ സമയം 4:30 കൂടിയിട്ടാണ് ഡോക്കിങ്ങിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. ശേഷം 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ദൗത്യം, അതിൽ ഒട്ടേറെ 60-ലേറെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമെന്നാണ് അറിയുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കാർഷിക മേഖലയ്ക്കൊക്കെ മുതൽക്കൂട്ടാകുന്ന തരത്തിലുള്ള കൃഷി, മരുന്ന് നിർമ്മാണം അടക്കം വ്യത്യസ്ത മേഖലകളിൽ സാധ്യതകൾ, പുതിയ സാധ്യതകൾ തേടിയുള്ള പരീക്ഷണങ്ങളാണ് ബഹിരാകാശ നിലയത്തിൽ നടക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക്. Vehicle is supersonic. We should begin throttling the Merlin engines back up now. Stage 1 throttle up. Mission control confirming Stage 1 Bravo. that throttle up, and we Copy, are 1 Bravo. hearing ആൾട്ടിറ്റ്യൂഡ് 198 കിലോമീറ്റർ കൈവരിച്ചിരിക്കുന്നു. 21,000 എന്നതാണ് സ്പീഡ് കണക്കാക്കുന്നത്. ഓരോ ഘട്ടമായി യാത്ര മുന്നോട്ട് നീങ്ങുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ 2 വിൻഡോയിലായി. ഈ വിക്ഷേപണത്തിൻ്റെ ആദ്യ സമയത്തെ ദൃശ്യങ്ങളും ഉള്ളിൽ നിന്ന്, ഈ ക്യാപ്സ്യൂളിനുള്ളിൽ നിന്ന് ബഹിരാകാശ സഞ്ചാരികളുടെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ സമീപകാലത്ത് ഇസ്രോ കൈവരിച്ച നേട്ടങ്ങൾ അനവധിയാണ്. അത് ഇന്ത്യയുടെ പല മേഖലകളിലേക്ക് നമുക്കറിയാം സാറ്റലൈറ്റ് സംവിധാനങ്ങൾ മെച്ചപ്പെട്ടതോടുകൂടി അത് നമ്മുടെ പ്രതിരോധ രംഗത്ത് എത്രത്തോളം പ്രയോജനകരമായി മാറിയെന്നത് കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ അടക്കം പാകിസ്ഥാനായിട്ടുള്ള ആ സംഘർഷാവസ്ഥയിലൊക്കെ നമ്മൾ കണ്ടതാണ്. കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കാനും അതിനനുസരിച്ച് നമ്മുടെ സൈന്യത്തിന് തീരുമാനങ്ങൾ നടപ്പിലാക്കാനുമുള്ള ഒരു കാര്യം, അത് ഇസ്രോയുടെ നാവികടക്കമുള്ള സംവിധാനങ്ങളുടെ വലിയ പിന്തുണ സേനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് പ്രതിരോധ രംഗത്ത് നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത്. നമ്മുടെ രാജ്യത്തിന് ഏകദേശം 3000-ലേറെ കിലോമീറ്റർ ചുറ്റളവിൽ കൃത്യമായ നിരീക്ഷണം വലയം തീർക്കാൻ നാവികന് കഴിയുന്നുണ്ട്. ISROയുടെ സാറ്റലൈറ്റ് വലയത്തിന് കഴിയുന്നുണ്ട്. ഒപ്പം കാർഷിക രംഗം, മരുന്ന്, ചികിത്സാ രംഗത്തിലൊക്കെ നമുക്കറിയാം പലതരത്തിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യതകളെ അതിവേഗത്തിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ മുന്നോട്ട് പോക്കിനെ അല്ലെങ്കിൽ വികസനത്തെ, രാജ്യത്തിന്റെ പുരോഗതിയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇസ്രോ വഹിക്കുന്ന പങ്ക് അത് അമൂല്യമാണ്, അതുല്യമാണ്. ആ പങ്ക് കൂടുതൽ വലുതാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് തന്നെ ഉപകാരപ്പെടുന്ന വലിയ ദൗത്യങ്ങളിലേക്ക് നമ്മുടെ ബഹിരാകാശ ഏജൻസിയായി ഇസ്രോ കൂടി കടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ദൗത്യങ്ങൾക്ക് വലിയ തോതിൽ ഗുണകരമായി മാറുന്ന ഒരു യാത്രയാണ് ആക്സിയം 4. അത് അമേരിക്കയിലെ കാനഡ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഈ വിക്ഷേപണം നടക്കുന്നത്. പോളണ്ടിൻ്റെയും ഹംഗറിയുടെയും ബഹിരാകാശ യാത്രയെ കൂടി ശുഭാംശു ശുക്ലയ്ക്കൊപ്പം ഈ യാത്രയിലുണ്ട്. പൈലറ്റ് റോളിലാണ് ശുഭാംശു ശുക്ല ഈ യാത്രയുടെ ഭാഗമാകുന്നത്. ഒപ്പം അദ്ദേഹം വിവിധ പരീക്ഷണങ്ങളിൽ കൂടി അദ്ദേഹം വ്യാപൃതനാവുകയും ചെയ്യും. ഏകദേശം 200 കിലോമീറ്ററോളം ആൾട്ടിറ്റ്യൂഡ് കൈവരിക്കുന്നു. 10 മിനിറ്റ് പിന്നിടുകയാണ് ഈ ദൗത്യം ആരംഭിച്ചിട്ട്. നിലവിൽ എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം കൃത്യമായി ഈ ദൗത്യം മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലായി നൽകുന്ന വിവരങ്ങൾ.